അപ്പൊ അതെ ഈ ഒരു സംഗതി നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. പലർക്കും മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കിട്ടി, കുടുംബശ്രീയിൽ നിന്ന് കിട്ടി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഒരുപാട് സ്ഥലത്ത് പുഴുവാണ്, മണമാണ്, ഇത് ഉപയോഗിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് മാറ്റി വെച്ചേക്കുക. പക്ഷെ ഇത് കൃത്യമായിട്ട് ഉപയോഗിച്ചാൽ എല്ലാ വീട്ടിലും ഉപയോഗിക്കാം. അപ്പൊ ഇത് എങ്ങനെ കൃത്യമായിട്ട് ഉപയോഗിക്കാം, അതുപോലെ ഇനി ഇതില്ലാത്ത ആൾക്കാരാണെങ്കിൽ എങ്ങനെ ഇത് മേടിക്കാം, അതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പൊ ഇതിന്റെ പ്രധാനപ്പെട്ട സാധനം എന്ന് പറയുന്നത് ദേ ഈ കാണുന്ന ബ്രിക്കറ്റ് ആണ്. അപ്പൊ ഇത് ഓരോ സ്ഥലത്തുനിന്നും ഈ സബ്സിഡിയിലൊക്കെ കിട്ടിയ ആൾക്കാർക്ക് വെറും ചകിരിച്ചോറാണ് കിട്ടിയത്. അത് ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങളുടെ അതിനകത്ത് മണവും ഉണ്ടാവും, പുഴുവും ഉണ്ടാവും. പക്ഷെ ഇത് ഒമേഗ എന്ന് പറയുന്ന കമ്പനിയാണ് ഇത് കണ്ടുപിടിച്ചത്. ഇത് അവർക്ക് പേറ്റന്റ് ഉള്ള പ്രോഡക്റ്റ് ആണ്. ഈ ഇനോക്കുലം എന്ന് പറയുന്നത് ഇത് ശരിക്കും ചകിരിച്ചോറാ, പക്ഷെ ഇത് വെറും ചകിരിച്ചോറല്ല. ഇതിനകത്ത് കുറെ സൂക്ഷ്മജീവികളെ എൻറിച്ച് ചെയ്തിട്ടുള്ള ചകിരിച്ചോറാ. അപ്പൊ ഈ സൂക്ഷ്മജീവികളുടെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ ചകിരിച്ചോറ് ഏത് വേസ്റ്റിന് മുകളിലിട്ടാലും, ഒരു എലി ചത്ത് കിടക്കുന്നതിന് മുകളിലിട്ട് കഴിഞ്ഞാലും പിന്നെ അതിന് മണവേ ഉണ്ടാകില്ല. മണം ഉണ്ടാകില്ലെന്ന് മാത്രമല്ല, ഇതിനകത്തുള്ളൊരു മൈക്രോബ് ഇനി നമ്മൾ വേസ്റ്റ് വെക്കുമ്പോൾ എന്തായാലും ഈച്ചകൾ വരാനോ മുട്ട ഇടാനോ ഒക്കെ സാധ്യതയുണ്ട്. ഇതിനകത്തുള്ള മൈക്രോബ് ഒരിക്കലും ഈ മുട്ടയെ വിരിയാൻ സാധിക്കില്ല. അതുകൊണ്ട് ഒരിക്കലും ഇതിനകത്ത് പുഴു ഉണ്ടാവില്ല. അപ്പൊ ഇതിന്റെ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് ഈ ബ്രിക്ക്, ഇത് 900 ഗ്രാമുള്ള ബ്രിക്ക. ഈ സിസ്റ്റം മേടിക്കുമ്പോൾ നമുക്ക് ഇതിന്റെ കൂടെ 3 ബ്രിക്ക് കിട്ടും. അത് ഏകദേശം ഒരു 4 മാസത്തോളം നമുക്ക് ഉപയോഗിക്കാൻ ഉണ്ടാവും. ഈ ബ്രിക്കറ്റിനെ ആദ്യം വെള്ളം ഒഴിച്ച് പൊടിച്ചെടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി. അപ്പൊ അത് ചെയ്യേണ്ടത് ഒരു ബക്കറ്റിനകത്തേക്ക് ഈ ബ്രിക്കറ്റ് ആദ്യമേ പൊട്ടിച്ചിടുക. അപ്പൊ ഇത് 900 ഗ്രാമുള്ള ബ്രിക്കറ്റാണെന്ന് ഞാൻ പറഞ്ഞു. ഈ ബ്രിക്കറ്റിനകത്തേക്ക് എന്നിട്ട് 2 ലിറ്റർ വെള്ളം കൂടെ ഒഴിക്കുക. 2 ലിറ്റർ വെള്ളം നമ്മൾ ഇതിനകത്ത് ഒഴിച്ചിട്ട് ഏകദേശം ഒരു 2 മണിക്കൂറോളം ഇത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മുഴുവൻ പൊടിഞ്ഞ് ഏകദേശം ഒരു 9 ലിറ്റർ മുതൽ ഒരു 10 ലിറ്റർ വരെയുള്ള നല്ല പൊടിയായിട്ട് കിട്ടും. ഇതാ ഇങ്ങനെ ഇതിനകത്തേക്ക് ഒരു 2 ലിറ്റർ വെള്ളം ആദ്യമേ ബ്രിക്കറ്റ് ഇതിനകത്തേക്ക് വെക്കുക. ബ്രിക്കറ്റിനകത്തേക്ക് 2 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആദ്യം ഒരു 1 ലിറ്റർ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് കഴിയുമ്പോൾ ഈ ബ്രിക്കറ്റ് മറിച്ചിട്ടിട്ട് അപ്പുറ സൈഡിൽ 1 ലിറ്റർ ഒഴിച്ചു കൊടുക്കുക. ഒരു 2 മണിക്കൂർ സമയത്തോളം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വെള്ളം കുടിച്ച് ഇത് നന്നായിട്ട് പൊടിഞ്ഞ് ഒരു 10 ലിറ്ററോളമായിട്ട് വരുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇത് കണ്ടോ, ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ബ്രിക്കറ്റിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇതേപോലെ ഇരിക്കും. ഇത് മുഴുവൻ ഇങ്ങനെ വെള്ളം കുടിച്ച് നമ്മൾ നോക്കി ഒരു ചെറിയ ബ്രിക്കറ്റ് വെച്ചിരുന്നായിരുന്നു, അത് മുഴുവൻ ഇങ്ങനെ പൊടിയായിട്ട് ഭയങ്കര നൈസായിട്ട് വന്നിട്ടുണ്ടാവും. ഇത് ഏകദേശം നമ്മൾ പൊടിച്ചെടുത്തു കഴിഞ്ഞാൽ ഒരു 10 ലിറ്ററോളം ഉണ്ടാവും. അപ്പൊ ഇനി അടുത്ത പരിപാടി, ഇത് പൊടിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്തേക്കാണ് വേസ്റ്റ് ഇടുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ 3 സംവിധാനമാണ് കേട്ടോ. 3 22 ലിറ്റർ വീതമുള്ളതാണ്. 3 സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിൽ നിറച്ച് ഹോളൊക്കെ ഉണ്ട്. ആദ്യം ചെയ്യേണ്ടത് ഇതിന്റെ ഏറ്റവും മുകളിലത്തെ മിന്നിലാണ് നമ്മൾ വേസ്റ്റ് ഇട്ട് തുടങ്ങേണ്ടത്. അപ്പൊ അതിന് എല്ലാ വേസ്റ്റും ഞാനിപ്പോ നിങ്ങളെ ഇത് കാണിക്കുമ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. നാരങ്ങയുണ്ട്, മുട്ടത്തൊണ്ടുണ്ട്, ചിക്കന്റെ വേസ്റ്റ്, ഫിഷിന്റെ വേസ്റ്റ്, എല്ലാ സാധനങ്ങളും ഇതിനകത്തുണ്ട്. എല്ലാം നമുക്ക് ഇതിനകത്തിട്ട് കമ്പോസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇതിനുള്ളിൽ വേസ്റ്റ് ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പൊ ഈ സാധാരണ നമുക്ക് വരുന്ന വേസ്റ്റ് കുഴപ്പമില്ല. ചില ദിവസങ്ങളിൽ ഒരുപാട് ഗസ്റ്റ് ഒക്കെ വീട്ടിൽ വന്നു, ഒരുപാട് ചോറൊക്കെ മിച്ചം വന്നു കഴിഞ്ഞാൽ അത് കൂന കൊട്ടിയിടുന്നതിന് പകരം ഇതിനകത്തേക്ക് ഇട്ടിട്ടൊന്ന് നിരത്തിയിടുക. ഒരു 1 ഇഞ്ച് കനത്തില് വേസ്റ്റ് ഇതിനകത്തേക്ക് ഇത് ഇങ്ങനെ നമുക്ക് വെതറി കൊടുക്കാനായിട്ട് പറ്റും. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ഇതിനകത്ത് വെള്ളം ഒഴിക്കരുത് കേട്ടോ. സാമ്പാറൊന്നും എടുത്തൊഴിക്കരുത്. കാരണം ഇതിന് ചുറ്റിന് ഹോളാണ്. ഈ ഹോൾ വഴി ആ വെള്ളം ചിലപ്പോൾ പുറത്തേക്ക് പോകും. പക്ഷെ നമ്മളിപ്പോ ചോറിട്ടു, ഇത് തണ്ണിമത്തനൊക്കെ ഇട്ടു, അപ്പൊ ഇതിനകത്തൊരു സ്വാഭാവികമായിട്ടൊരു നനവുണ്ടാവും. അത് പ്രശ്നമില്ല. അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ എപ്പോ നമ്മൾ വേസ്റ്റ് ഇട്ടാലും അപ്പൊ തന്നെ അതിന്റെ മുകളിൽ ഇനോക്കുലം ഇങ്ങനെ വെതറി കൊടുക്കണം. ഇനോക്കുലം വേണം കൈ കൊണ്ട് എടുക്കാൻ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇനോക്കുലം ഇങ്ങനെ, അതായത് വേസ്റ്റ് പുറത്ത് കാണരുത്. വേസ്റ്റ് ഒട്ടും പുറത്ത് കാണാത്ത രീതിയിൽ നൈസ് ലെയർ ആയിട്ട് ഈ ഇനോക്കുലം ഇങ്ങനെ വെതറി കൊടുക്കുക. എപ്പോഴൊക്കെ വേസ്റ്റ് ഇട്ടാലും അപ്പോഴൊക്കെ വെതറി കൊടുക്കുക. ഏറ്റവും നല്ലത് ഞാൻ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വേസ്റ്റ് കംപ്ലീറ്റ് ഒരു പാത്രത്തിൽ അടച്ചു വെക്കും, വൈകുന്നേരം ഒരുമിച്ചിടും, എന്നിട്ട് അതിന്റെ പുറത്തേക്ക് ഇനോക്കുലം ഇട്ട് കൊടുക്കും. അപ്പോൾ വളരെ കുറച്ച് ഇനോക്കുലേ നമുക്ക് ചിലവാകുള്ളൂ. അപ്പൊ ഇതോട് കൂടി കഴിഞ്ഞാൽ പണി തീർന്നു. ഇനി ഇതിന് സ്മെൽ ഉണ്ടാവില്ല. അപ്പോൾ അടുത്ത ലെയർ ഫുഡിന്റെ വേസ്റ്റ് വരുന്നത് എന്താ, ഇതിന്റെ മുകളിൽ ഇടുക. ഇതിങ്ങനെ ഓരോ ലെയർ ആയിട്ടിട്ട് ഈ ടോപ്പിലെ ലെയർ ഇങ്ങനെ നമുക്കൊരു അടപ്പൊക്കെ ഉണ്ട്, ഇത് വെച്ചിങ്ങനെ അടച്ചു വെക്കുക. ഈ ടോപ്പിലെ ലെയർ ഫില്ലായാലും എന്ത് ചെയ്യുക, ഇത് നമുക്ക് അഴിച്ചു മാറ്റാം. എടുത്തു മാറ്റി അടുത്ത ലെയർ ഏറ്റവും മുകളിൽ വെക്കുക, അതിനകത്ത് വേസ്റ്റ് ഇടുക. അത് നിറയുമ്പോൾ ഏറ്റവും താഴെ വെക്കുക. അപ്പൊ ഇതിന് കമ്പോസ്റ്റ് ആകാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 20-21 ദിവസം ആകുമ്പോഴത്തേക്കും ഇതിനകത്ത് നമ്മൾ പച്ചക്കറി ഇട്ടിരിക്കുന്നത് മുഴുവൻ കമ്പോസ്റ്റ് ആയിട്ടുണ്ടാവും. ഇനി നമ്മൾ മുട്ടത്തൊണ്ടോ എല്ലോ അല്ലെങ്കിൽ മീനിന്റെ എല്ലോ മുള്ളോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ടെങ്കിൽ ഒരു 40-45 ദിവസം ആവും. ഇപ്പൊ ഇതിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും ഇത് ഓൾറെഡി ഒരു കമ്പോസ്റ്റ് ആയിരിക്കുന്നതാണ്. ഇത് ഏകദേശം ഒരു 10-21 ദിവസത്തോളം ആയ കമ്പോസ്റ്റ് ആണ്. ഇതിന് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല കറുത്ത പൗഡറായിട്ട് വന്നിട്ടുണ്ട്. അതിനകത്ത് ചില സാധനങ്ങൾ മാത്രമാണ് കമ്പോസ്റ്റ് ആകാനുള്ളത്. ഇനി അതിനേക്കാളും പഴയ കമ്പോസ്റ്റ് താഴെ ഇരിപ്പുണ്ട്. ഏറ്റവും ബോട്ടത്തിൽ നോക്കി കഴിഞ്ഞാൽ ഇത് ഏകദേശം ഒരു 10-45 ദിവസം ആയതാണ്. അപ്പൊ ഈ മുട്ടത്തൊണ്ടിന്റെ അവസ്ഥ നോക്കി കഴിഞ്ഞാൽ തൊട്ട് കഴിഞ്ഞാൽ പൊട്ടിപ്പോകുന്ന പോലെ പേപ്പർ പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും ഒരു മണമോ ഒരു വെള്ളം ലീക്കേജോ യാതൊരു സംവിധാനങ്ങളും ഇല്ല. അപ്പോൾ ആൾക്കാർക്ക് ഒരു സംശയം ഉണ്ടാവും, ഇത് മേടിക്കുമ്പോൾ ഇതിന്റെ കൂടെ 4 മാസത്തേക്കുള്ള ഇനോക്കുലമാണ് കിട്ടുന്നത്. അപ്പൊ അത് കഴിഞ്ഞാൽ വീണ്ടും ഇതിന് പൈസ മുടക്കണ്ടേ? ശരിക്കും മുടക്കണ്ട. എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യമേ പറഞ്ഞു, ഇതിനകത്തുള്ള മൈക്രോബാണ് ഇതിന്റെ പ്രത്യേകത.
അപ്പൊ നമ്മൾ ഈ ചകിരിച്ചോറിട്ട് കമ്പോസ്റ്റ് ഉണ്ടാക്കി കഴിയുമ്പോൾ ഒരു 40-45 ദിവസം ആകുമ്പോഴത്തേക്കും ആദ്യത്തെ പിന്നെ എന്തായാലും കമ്പോസ്റ്റ് ആയിട്ടുണ്ട്. ഈ കമ്പോസ്റ്റിനകത്ത് ഈ മൈക്രോബ് കംപ്ലീറ്റ് ഉണ്ട്. അപ്പൊ ഈ കമ്പോസ്റ്റ് ശരിക്കും ഭയങ്കര അടിപൊളി വളമാണ്. അപ്പൊ ഇതിനെ മുഴുവനായിട്ട് നമ്മളെടുത്ത് ചെടികൾക്കൊന്നും ഇടാതെ കുറച്ചെടുത്ത് നമ്മൾ ഉണക്കിയോ അല്ലെങ്കിൽ അതേപടി ഡ്രൈ ആണിത് ഒരു ചാക്കിൽ കെട്ടി വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഈ ഇനോക്കുലം വെതറി കൊടുത്ത പോലെ പിന്നീട് നിങ്ങൾക്ക് ഈ കമ്പോസ്റ്റ് തന്നെ വെതറി കൊടുത്തു കഴിഞ്ഞാൽ സ്മെല്ലോ പുഴുവോ ഒന്നും ഇല്ലാതെ കമ്പോസ്റ്റിംഗ് നടത്താനായിട്ട് പറ്റും. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ തവണത്തെ ഇൻവെസ്റ്റ്മെന്റ് മാത്രമേ ഇതിന് വരുന്നുള്ളൂ. ഇത് നമുക്ക് ശരിക്കും വീട്ടിൽ ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനോ ഒക്കെ പോലെ തന്നെ വേണ്ട ഒരു സംഗതിയാണ്. കാരണം നമ്മുടെ വേസ്റ്റ് നമുക്ക് ഏറ്റവും പ്രയോജനമുള്ള ഒരു കമ്പോസ്റ്റ് ആക്കി മാറ്റുന്നു. ഞാൻ ഉറപ്പ് പറയാം, ഒരു 6 മാസം കൊണ്ട് ഇതിൽ നിന്ന് കിട്ടുന്ന കമ്പോസ്റ്റിന്റെ മാത്രം വില കൂട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഗംഭീര ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് നമുക്ക് മനസ്സിലാകും. അപ്പൊ പലർക്കും സബ്സിഡിയിലൊക്കെ കിട്ടിയെന്ന് പറയുന്നുണ്ട്, പക്ഷെ അതെല്ലാം അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു. ഈ ഒരു സംവിധാനം ശരിക്കും പേറ്റന്റോട് കൂടിയ ഗ്യാരണ്ടി ഉള്ള സംവിധാനമാണ്. ഇത് പോസ്റ്റിൽ നമുക്ക് വീട്ടിൽ അയച്ചു കിട്ടും. ഇന്ത്യയിൽ എവിടെയാണെങ്കിലും അയച്ചു കിട്ടും. ഒരു ഓർഡർ ചെയ്തൊരു 10 ദിവസത്തിനുള്ളിൽ നമ്മുടെ വീട്ടിൽ ഇത് കിട്ടും. തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാം. അപ്പൊ ഇതിന് പോസ്റ്റൽ ചാർജ് ഉൾപ്പെടെയുള്ള പൈസ എന്ന് പറയുന്നത് 3500 രൂപയാണ്. അതിന്റെ കൂടെ തന്നെ ഒരു 4 മാസത്തോളം ഉപയോഗിക്കാനുള്ള ഇനോക്കുലവും സകല സംവിധാനവും ഇതിന്റെ കൂടെ കിട്ടുന്നുണ്ടാവും. അപ്പൊ എന്തായാലും ഇത് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. ഇത് വാങ്ങാനുള്ള നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. വളരെ ഉപകാരപ്പെട്ട ഒരു പ്രൊഡക്റ്റ് ആണ്. കൃത്യമായിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി ചെയ്തു കഴിഞ്ഞാൽ യാതൊരു പ്രശ്നമില്ല. സ്മെല്ലില്ല, ഈച്ചയില്ല, പുഴുവില്ല. അത് ഞാൻ ഗ്യാരണ്ടി പറയാം.